അപ്പോൾ ഞാൻ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഈ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഉപയോഗിച്ച് നമ്മുടെ UAE ക്യാപിറ്റൽ സിറ്റിയായ അബുദാബിയിൽ വണ്ടി ഓടിച്ചു കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് ആൾക്കാർ ചോദിച്ചിട്ടുള്ള കുറേ ഡൗട്ട്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തേത് ഇത് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ആണോ എന്നുള്ളതാണ്. ആക്ച്വലി ഇത് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് അല്ല, ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ആണ്. പിന്നെ ആൾക്കാർ ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ട്, ഇത് പെർമനൻറ്റ് വിസ ഹോൾഡേഴ്സിന് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. പറ്റില്ല. ഇത് ആക്ച്വലി വിസിറ്റ് വിസ ഹോൾഡേഴ്സിന് മാത്രമുള്ളതാണ് ഈ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ്. പിന്നെ മറ്റൊരു ഡൗട്ട് ഇതിൻ്റെ വാലിഡിറ്റിയെക്കുറിച്ചാണ്. 1 വർഷമാണ് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റിൻ്റെ വാലിഡിറ്റി വരുന്നത്. പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുള്ളൊരു ഡൗട്ട് ഓൺലൈനിലൂടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് ഓൺലൈനിലൂടെ അപ്ലൈ ചെയ്യാൻ പറ്റും. സേവാ പരിവാഹൻ ആപ്പിലൂടെയൊക്കെ നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഒരു അക്ഷയ സെൻറ്ററിനെ സമീപിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്കത് ചെയ്തെടുക്കാൻ പറ്റും. ചാർജസ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 1265 രൂപയാണ് നമ്മൾ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടുന്ന ചാർജ്. ബാക്കി ചിലപ്പോൾ അക്ഷയയുടെ ഒരു സർവീസ് ചാർജ് എക്സ്ട്രാ വരുമായിരിക്കും. അടുത്ത ഡൗട്ട് ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ളതാണ്. നമുക്ക് വേണ്ടത് പാസ്പോർട്ട്, ആധാർ കാർഡ്, പിന്നെ എക്സിസ്റ്റിംഗ് ഡ്രൈവിംഗ് ലൈസൻസ്. വിസ കോപ്പിയുടെ ആവശ്യമില്ല. പിന്നെ ഇത് എടുത്തു കഴിഞ്ഞതിന് ശേഷം വരുന്ന മറ്റ് ഡൗട്ടുകളാണ്. ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞൊരു 10-13 വർഷമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എൻ്റെ ഒരു അടുത്ത സുഹൃത്തു കൂടിയായ ജാഫർ ഉണ്ട് നമ്മുടെ കൂടെ. ഹായ് ജാഫർ. ഹായ്. ആൾക്കാർ കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത് ഇതിന്റെ ഹാർഡ് കോപ്പി നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ട്രാവൽ ചെയ്യുമ്പോൾ. അല്ലല്ല, ഇത് സോഫ്റ്റ് കോപ്പി മതി, ഹാർഡ് കോപ്പിന്റെ ആവശ്യമില്ല. പിന്നെ ആൾക്കാർ ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെ രാജ്യങ്ങളിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. രാജ്യങ്ങൾ എല്ലാ GCC കൺട്രീസിലും, പിന്നെ USA, UK, കാനഡ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, മോസ്റ്റ് ഓഫ് ദ കൺട്രീസും നമുക്ക് ഇന്റർനാഷണൽ പെർമിറ്റ് ഉപയോഗിക്കാം. അതായത് മലയാളികൾ പൊതുവേ പോകാൻ സാധ്യതയില്ല. അതെ 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 അതെ. പിന്നെ ഒരു ഡൗട്ട് ഏതൊക്കെ വാഹനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. മെയിൻലി ഇന്റർനാഷണൽ പെർമിറ്റ് കൊണ്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ റെന്റ് കാർ, പിന്നെ ബ്ലഡ് റിലേഷനിലുള്ള ഓണർഷിപ്പിലുള്ള ആൾക്കാരുടെ വണ്ടികൾ ഉപയോഗിക്കാം. അതേപോലെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിന്റെ വണ്ടിയും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ റെന്റ് കാർ മറ്റു രാജ്യത്ത് പോയിട്ട് നമുക്ക് എടുക്കണമെങ്കിൽ അതിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ എന്താണ്? അതിന് നോർമലുള്ള ഫോർമാലിറ്റീസ് ഇന്റർനാഷണലി ഉള്ള റെന്റ് കാറിന്റെ റൂൾസ് അനുസരിച്ച് ക്രെഡിറ്റ് കാർഡ് വേണം, പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് കോപ്പി. പിന്നെ ആൾക്കാർ ചോദിച്ചിട്ടുള്ള മറ്റൊരു ഡൗട്ട് മറ്റൊരു രാജ്യത്ത് ഇരുന്നു കൊണ്ട് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നാട്ടിൽ നിന്ന് വരുമ്പോൾ പലഹാരങ്ങളും ബീഫ് ഫ്രൈ ഒക്കെ കൊണ്ടുവരുന്നതിൻ്റെ കൂടി ഇതുപോലൊരു ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസും കൂടി കൊണ്ടുവന്നോളൂ.